പണിയെടുക്കാതെ ഇങ്ങനെ സാലറി കിട്ടണമെന്ന് ആഗ്രഹിച്ചിട്ടില്ലാത്തവരുണ്ടാകുമോ? അത് നടക്കില്ല എങ്കിലും വളരെ എൻജോയ് ചെയ്ത് ഹാപ്പിയായി ചെയ്യാൻ പറ്റുന്ന ജോലികളുണ്ട്. ഇവ കേൾക്കുമ്പോൾ കൗതുകമൊക്കെ തോന്നുമെങ്കിലും വളരെയധികം ശ്രദ്ധ വേണ്ട ജോലികൾ തന്നെയാണിത്. ആദ്യത്തേത് വൈൻ ടെസ്റ്റർ ജോലിയാണ്. വൈനുകളുടെ സ്വാദ് നോക്കുന്നതും ഒരു ജോലി തന്നെയാണ്. വിചാരിക്കുന്നത് പോലെ അത്ര എളുപ്പമല്ലാതെ പല കമ്പനികളുടെ വൈനുകളിൽ നിന്ന് നല്ലത് തിരഞ്ഞെടുക്കുന്നതും അത് രുചിച്ചു നോക്കുന്നതും ഈ ജോലിയിൽപ്പെടുന്നു. പരിചയസമ്പന്നരായ വൈൻ ടെസ്റ്റർമാർ ഏതെല്ലാം ഭക്ഷണത്തിനൊപ്പം ഏത് തരം വൈൻ വിളമ്പാമെന്ന് അറിഞ്ഞിരിക്കണം. ജോലിയിൽ മികവുള്ളവരാകുമ്പോൾ മറ്റുള്ളവരെ ഈ വിദ്യ പഠിപ്പിക്കുകയും വേണം. 1.20 ലക്ഷം മുതൽ 2.40 ലക്ഷം വരെയാണ് വർഷം ശമ്പളം. ജോലിയിലെ മികവിനനുസരിച്ച് 6 ലക്ഷം വരെ ലഭിക്കുകയും ചെയ്യും. അടുത്തതായി വരുന്നത് ഡോഗ് ഫുഡ് ടേസ്റ്റർ ആണ്. വീട്ടിൽ വളർത്തുന്ന നായ്ക്കൾക്ക് നല്ല ഭക്ഷണവും ആരോഗ്യവും വേണ്ടത് അത്യാവശ്യം തന്നെയാണ്. അവ ഉത്സാഹത്തോടെയും വീറോടെയും ജോലി ചെയ്യണമെങ്കിൽ നല്ല ഇനം ഡോഗ് ഫുഡുകൾ നൽകണം. ഇതിനായി നിരവധി കമ്പനികൾ നിലവിലുണ്ട്. ഇവർ നിർമ്മിക്കുന്ന ഡോഗ് ഫുഡ് മികച്ചതാണോ എന്ന് പരീക്ഷിക്കുന്ന ജോലിയാണ് ഡോഗ് ഫുഡ് ടെസ്റ്ററിന്റേത്. പ്രോട്ടീൻ, എണ്ണമയം, കൊഴുപ്പ് തുടങ്ങിയവയെല്ലാം കൃത്യമാണോ എന്ന് ഈ ജോലി ചെയ്യുന്നവർ കഴിച്ച് കൃത്യമായി പറയും. നായ്ക്കുട്ടികൾക്കും ചെറിയ നായകൾക്കും മുതിർന്നവയ്ക്കും മിക്ക കമ്പനികളും വ്യത്യസ്ത ഡോഗ് ഫുഡ് ഒരുക്കാറുണ്ട്. ഇവ ശരിയാണോ എന്ന് അറിയേണ്ടത് ഡോഗ് ഫുഡ് ടേസ്റ്ററുടെ ജോലി തന്നെയാണ്. അടുത്തതായി വരുന്നത് ട്രെയിൻ പുഷറാണ്. പേര് കണ്ട് ട്രെയിൻ തള്ളുന്നവരാണോ എന്ന് കരുതേണ്ട. യാത്രക്കാരുടെ വലിയ തിരക്കുള്ള രാജ്യങ്ങളിൽ ട്രെയിനിന്റെ ഓട്ടോമാറ്റിക് വാതിൽ അടയാൻ സഹായിക്കുന്നതിന് യാത്രക്കാരെ തള്ളി അകത്തേക്ക് കയറ്റുകയാണ് ഇവരുടെ ജോലി. ചൈനയിലും ജപ്പാനിലുമെല്ലാം ഇത്തരം ജോലി ചെയ്യുന്നവരുണ്ട്. ബീജിംഗ്, ഷാങ്ഹായ് എന്നിവിടങ്ങളിൽ ഒക്കെ ഇവർ മികച്ച സേവനം ചെയ്യുന്നതാണ്. ഇനി പറയാൻ പോകുന്നത് കേട്ടാൽ പലർക്കും സന്തോഷമാകുന്ന ഒരു ജോലിയെ പറ്റിയാണ്. ഉറക്കവും ഒരു ജോലിയാണ്. ഒരാൾ നന്നായി ഉറങ്ങുന്നത് കണ്ടാൽ എന്ത് തോന്നും? പ്രൊഫഷണൽ സ്ലീപ്പറാണ് ഉറങ്ങുന്നതെങ്കിൽ അയാൾ ജോലി ചെയ്യുകയാണ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഉറക്കത്തിന് സഹായിക്കുന്ന വസ്തുക്കളുടെ ഗുണനിലവാരം ഉറങ്ങി പരിശോധിക്കുകയാണ് ഇവർ ചെയ്യേണ്ടത്. മെത്തയും കിടക്കയും ടെസ്റ്റ് ചെയ്യുക മാത്രമല്ല, ചില മരുന്നുകൾ പരിശോധിക്കേണ്ടതും ചില സപ്ലിമെന്റുകളുടെ ശക്തി പരീക്ഷിക്കേണ്ടതുമടക്കം മെഡിക്കൽ രംഗത്തെ ഗൗരവകരമായ കാര്യങ്ങളും ഇവരുടെ ജോലിയിൽ പെടാറുണ്ട്. അടുത്തതായി വരുന്നത് ഇന്റിമസി കോർഡിനേറ്റർ ആണ്. സിനിമ, ടെലിവിഷൻ രംഗത്ത് അങ്ങനെ ഒരു ജോലിയുണ്ട്. 2 അഭിനേതാക്കൾ ഇഴുകിച്ചേർന്ന് അഭിനയിക്കേണ്ട രംഗങ്ങളിൽ ഇരുവരും സുരക്ഷിതമായും പരസ്പര സമ്മതത്തോടെയും ആദരവോടെയും ജോലി ചെയ്യുന്നുവെന്ന് ഉറപ്പുവരുത്തേണ്ട ആളാണ് ഇന്റിമസി കോർഡിനേറ്റർ. രംഗം അഭിനയിക്കുന്നവരുമായും അവ ചിത്രീകരിക്കുന്നവരുമായും ആ രംഗത്തിലെ സ്വകാര്യത സംരക്ഷിക്കുന്നതടക്കം കാര്യങ്ങൾ കൃത്യമായി ചെയ്യാൻ ഇവരുടെ സഹായം പലരും തേടാറുണ്ട്. അവസാനമായി വരുന്ന എൻജോയ് ചെയ്യാവുന്ന ജോലിയാണ് സിനിമ കാണുന്നവർ. നാം എല്ലാം ഇഷ്ടമുള്ള സമയത്ത് കാണുന്നതാണ് സിനിമകൾ. എന്നാൽ സിനിമ കാണുന്നതും ഒരു ജോലി തന്നെയാണ്. വിവിധ മാർക്കറ്റ് റിസർച്ച് കമ്പനികൾ പണം നൽകി ആളുകളെ സിനിമ കാണാൻ ഏൽപ്പിക്കാറുണ്ട്. മികച്ച പ്രതികരണം ലഭിക്കാനും പഠനത്തിനും വേണ്ടിയാണ് ഇത്തരത്തിൽ ഇവർ സിനിമ കാണുന്നത്. പഠിച്ചതും സ്വന്തം കഴിവിന് ചേർന്നതുമായ ജോലിയാണ് നമ്മളിൽ പലരും ചെയ്യാറുള്ളത്. മുന്നോട്ടുള്ള ജീവിതത്തിന് ഒരു വരുമാനമാകാൻ ജോലി കൂടിയേ തീരൂ. സ്വന്തമായി ചെയ്യുന്നതായാലും മറ്റുള്ളവർക്കായി ചെയ്തു കൊടുക്കുന്നതായാലും. ചിലർ പഠിച്ചതുമായി യാതൊരു ബന്ധവുമില്ലാത്ത ജോലി ചെയ്യുമ്പോൾ മറ്റു ചിലർ തങ്ങളുടെ ജോലി ആസ്വദിച്ചു ചെയ്യുന്നു. എന്തായാലും മുതിർന്നവരിൽ ഭൂരിഭാഗവും സ്വന്തം കാലിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അതിനായി ജോലി ചെയ്യാറുമുണ്ട്. മിക്കവരും പഠിക്കുന്ന കാലത്ത് തന്നെ ഡോക്ടർ, എഞ്ചിനീയർ, ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ എന്നിവയൊക്കെ ലക്ഷ്യം വെച്ചാണ് മുന്നോട്ട് പോകുന്നത്. ഇങ്ങനെ എല്ലാവരും സഞ്ചരിക്കുന്ന വഴിയിൽ അല്ലാതെയും ജോലി സാധ്യതകൾ ഉണ്ട് എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.